ഞങ്ങളുടെ ആഗ്രഹം പറയട്ടെ, നിങ്ങൾ രണ്ട് കാര്യക്കാർ തൃശ്ശൂരിന്റെ ആണല്ലോ, നിങ്ങൾ രണ്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരസ്പരം ഒന്ന് ഇന്റർവ്യൂ ഒന്ന് സംസാരിച്ച ഈ പൂരത്തിന്റെ വിശേഷങ്ങൾ അപ്പോൾ കൈരളിക്ക് വേണ്ടി തുടങ്ങാം. കൈരളി ന്യൂസിന് വേണ്ടി തെക്കേ ഗോപുരനടയിൽ നിന്ന് സംസാരിക്കുന്നത് ജയരാജ് വാര്യർ. എൻ്റെ കൂടെ കേരളത്തിൻ്റെ ബഹുമാന്യനായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി തൃശ്ശൂരിൻ്റെ പ്രിയങ്കരനായ കെ രാജൻ എന്നോടൊപ്പം ഉണ്ട്. കെ രാജൻ മിനിസ്റ്റർ, എങ്ങനെയൊക്കെയാണ് ഈ വർഷത്തെ പൂരത്തിൻ്റെ പരിപാടികൾ? പൂരം ഗംഭീരല്ലേ. നമ്മുടെ സാമ്പിൾ വെടിക്കെട്ട് തന്നെ ഒരു 1.5 വെടിക്കെട്ടായില്ലേ. ജയരാജ് വാര്യർക്ക് എന്താ തോന്നിയത് സാമ്പിൾ വെടിക്കെട്ട് യഥാർത്ഥ വെടിക്കെട്ട്? അപ്പം നാളെ അതുക്കും മീതിയായിട്ടുള്ള വെടിക്കെട്ട് 20,000 പേരാണ് പോലീസ് പറയുന്നത്. ഈ നമ്മുടെ പത്തായപ്പുരം മുതൽ കൈരളി വരെ പുതിയതായിട്ട് നിന്ന് കാണാൻ. തൃശ്ശൂർക്കാരോട് 20,000 എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കയറില്ലേ. ഏകദേശം 14-18 ലക്ഷം ആളുകൾ പൂരം കാണാൻ എത്തിച്ചേരും എന്ന് പറയുന്നു മന്ത്രി എന്ന് പറയുന്നു. അല്ല, 18 ലക്ഷം ആളുകൾ വന്നാലും ധൈര്യമായിട്ടിരിക്കാൻ കൈരളിക്ക് എല്ലാവർക്കും നിൽക്കാനും എല്ലാവർക്കും കാണാനും എല്ലാവർക്കും സ്നേഹിക്കാനും എല്ലാവർക്കും അനുഭവം കൊണ്ടു നടക്കാനും മണ്ണും മനസ്സും റെഡി തൃശ്ശൂരിൻ്റെ. ആയിക്കോട്ടെ, വളരെ നന്ദി രാജൻ. എന്തൊക്കെ ക്രമീകരണങ്ങളാണ് കേരള സർക്കാർ ഈ പൂരം ഗംഭീരമാക്കാൻ വേണ്ടി ഒരുക്കുന്നത്? നമ്മുടെ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ജയരാജേട്ടനൊന്ന് വരണം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത നമ്മുടെ ഈ കൺട്രോൾ റൂമിൽ 500 ക്യാമറ കണ്ണുകൾ എപ്പോഴും 20 പോലീസുകാർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 500 ക്യാമറ കണ്ണുകൾ. നമ്മളിപ്പോൾ ജയരാജ് വാര്യരും കെ രാജനും കൈരളിക്ക് വേണ്ടി ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഇപ്പോൾ അവർക്ക് അവിടെ കാണാൻ പറ്റും. നിയന്ത്രണങ്ങളെ കൃത്യം കണ്ട്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ബാരിക്കേഡിൻ്റെയും വടത്തിൻ്റെയും അതിപ്രസരമില്ലാതെ, എന്നാൽ ഇടയ്ക്ക് വേണ്ടി വരുന്നിടത്ത് അത് വെച്ച് വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള നിരീക്ഷണങ്ങളുമായി ലോക തലസ്ഥാനമായി തൃശ്ശൂരിനെ മാറ്റാൻ സംസ്ഥാന സർക്കാർ എല്ലാ ഒരുക്കങ്ങളും ദേവസ്വത്തിനോടും മറ്റ് വകുപ്പുകളോടും കൂടി ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിഗംഭീരം. താങ്ക് യു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. പൂരം കാണാൻ വരുന്ന ആബാലവൃദ്ധം കേരളത്തിൻ്റെയും ലോകത്തിൻ്റെയും നാനാം ഭാഗത്തു നിന്നും മലയാളികളോട് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കേരള സർക്കാരിന് വേണ്ടി എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും വരാം, ഒരാളും തടസ്സപ്പെടില്ല. വേണോ വേണ്ടയോ എന്ന് ചോദിച്ച് കാല് വെക്കാൻ നിൽക്കുന്നവരൊക്കെ വണ്ടി കയറിക്കോ. ഇഷ്ടം പോലെ ഇടമുണ്ട് ഇവിടെ. നാളെ 12:30 മണിക്ക് ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ ഞാനും ജയരാജ് വാര്യരും ഇവിടുത്തെ ബിന്ദു ടീച്ചറും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രയാസവുമില്ല. കുടിക്കാൻ വെള്ളമുണ്ട്, ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സംഭാര വിതരണമുണ്ട്, ഏതെങ്കിലും വിധത്തിൽ സ്ത്രീകൾക്ക് 500 പേർക്ക് ഇന്ന് കുടമാറ്റം കാണാൻ പ്രത്യേക സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭിന്നശേഷിക്കാർക്ക് കടന്നു വരാൻ പറ്റുന്ന, അവർക്ക് ഇരുന്ന് കുടമാറ്റം കാണാൻ പറ്റുന്ന സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ആളുകൾ ആളെണ്ണം കൂടുമ്പോൾ തെറ്റായൊരു വർത്താനം പറയും. പുരുഷാരല്ല, ജനസാഗരമാണ്. ആൺപെൺ വ്യത്യാസമില്ലാത്ത ജനസാഗരം ഇന്ന് തൃശ്ശൂരിന്റെ. വ്യക്തിപരമായൊരു ചോദ്യം ചോദിച്ചോട്ടെ, ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ്? പഞ്ചവാദ്യമാണോ, ഇലിഞ്ഞിത്രമേളമാണോ? വേണ്ടി പറഞ്ഞ ഞാൻ ഒന്നും പറയില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. വളരെ നന്ദി ബഹുമാനപ്പെട്ട മന്ത്രി, കേരളത്തിന്റെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. അദ്ദേഹത്തെ ഈ പൂരപ്പറമ്പിലെ ഈ തെക്കേ ഗോപുരനടയിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി തൃശ്ശൂരിന്റെ പൂരത്തിന്റെ പല കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന് നന്ദി. തെക്കേ ഗോപുര നടയിൽ നിന്നും ബഹുമാനപ്പെട്ട മന്ത്രി കെ രാജനോടൊപ്പം ജയരാജ് വാര്യർ, കൈരളി ന്യൂസ്.